യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വരഃ നാരസിംഹവപുഃ ശ്രീമാൻ കേശവഃ പുരുഷോത്തമഃ. ഭഗവാനെ, ശ്രീപത്മനാഭ, അവിടുത്തെ കൃപാതിരേഖമാണ് ഈ ജീവിതം. അവിടുത്തെ നിശ്ചയം എന്താണോ ആ വഴിക്ക് നയിച്ചാലും. ഭഗവാനെ, ശ്രീപത്മനാഭ. മോനെ ശങ്കര, അവൻ എന്താ പറയാൻ ശ്രമിക്കുന്നത്? അച്ഛാ, ഇവൻ ചോദിക്കുന്നത് ഇതാണോ നമ്മൾ പോകാൻ വന്ന അമ്പലമെന്നാണ്. അതേടാ, ഇത് തന്നെ അമ്പലം. അതേ മോനെ, നമ്മൾ അറിയാതെ നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാക്കി തരുന്ന സർവലോകത്തിന്റെയും സ്ഥിതിപാലകനായ അനന്തശായിയായ ഭഗവാന്റെ ദേവാലയം. ഭഗവാനെ, ശ്രീ പത്മനാഭ, വാ മക്കളെ. അകത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ ബ്രാഹ്മണനാണ്, തൈക്കാട്ടില്ലത്തെ കേശവൻ വിഷ്ണുത്തരൻ. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് എന്നെ വിലക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അയ്യോ, ക്ഷമിക്കണം ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങയെ തടഞ്ഞതല്ല. അങ്ങയ്ക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം, അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇപ്പോൾ അകത്തേക്ക് പോകാനാവില്ല. അതെന്താ ഇപ്പോൾ സാധ്യമാകാത്തത്? എൻ്റെ ബ്രാഹ്മണ്യം സ്ഥായിയാണ്. അതിനേതെങ്കിലും സമയത്ത് ഹാനി വരാനില്ല. വീണ്ടും അങ്ങ് തെറ്റിദ്ധരിക്കുന്നു. ഇപ്പോൾ തൃപ്പാപ്പൂർ മൂപ്പായ മാർത്താണ്ഡവർമ്മ ഇളയ തമ്പുരാൻ ദർശനത്തിനായി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അകത്തേക്ക് വിടാത്തത്. അങ്ങ് കുറച്ചുനേരം ഒന്ന് കാത്തു നിൽക്കൂ. അധികം വൈകാതെ തമ്പുരാൻ മടങ്ങിപ്പോകും. അപ്പോ അങ്ങേക്ക് നിശ്ചയമായും ഭഗവാനെ കണ്ടു തൊഴാം. ഭഗവാന്റെ വിളി കേട്ട് വന്നു, രാജാവിൻ്റെ വിലക്ക് കാരണം പോകുന്നു. വാ മക്കളെ, ഇന്ന് ഭഗവാനെ കാണാൻ നമുക്ക് വിധിയില്ല. വാ പോകാം. വേണ്ടച്ചാ, നമുക്ക് തൊഴുതിട്ട് പോവാം. തൊഴാൻ പറ്റില്ല ശങ്കര, അവിടെ ഇളയ തമ്പുരാൻ ദർശനം നടത്തുകയാണ്. ആ സമയത്ത് ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. തമ്പുരാൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് തൊഴാം. അപ്പൊ തമ്പുരാനെ കാണാലോ. ശരി, വാ, അങ്ങോട്ട് മാറി നിൽക്കാം. കാവൽക്കുറുപ്പേ, ക്ഷേമം തന്നെയല്ലേ? അടിയൻ വിടകൊണ്ട് ക്ഷേമം തന്നെ തമ്പുരാനെ. തിരുമേനി, കാവൽക്കുറുപ്പിന് ക്ഷേമം. പക്ഷേ കാവൽക്കുറുപ്പ് കാവൽ നിൽക്കുന്ന വലിയ തിരുമേനിക്ക് ക്ഷേമമാണോന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? വിടകൊണ്ട് അടിയന് വ്യക്തമായില്ല തമ്പുരാനെ. ഭഗവാന്റെ കാര്യമാണ് നാം ഉദ്ദേശിച്ചത്. ഉമയമ്മ റാണിയുടെ കാലത്തുണ്ടായ അഗ്നിബാധ. പല കഥകളും അതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നു. അതിന്റെ കാര്യകാരണങ്ങളൊന്നും നാം അന്വേഷിക്കുന്നില്ല. പക്ഷേ 10-30 സംവത്സരങ്ങൾ കഴിഞ്ഞിട്ടും
ആ അഗ്നിവിളയാട്ടത്തിന്റെ പാടുകൾ പൂർണ്ണമായി കഴുകിക്കളയാൻ നമുക്കായിട്ടില്ല. അതിനെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. അടിയൻ തമ്പുരാൻ പൊറുക്കണം. സർവസംഹാരിയായ അഗ്നിബാധയുണ്ടായിട്ടും അത് ശ്രീകോവിലിനെയോ ഭഗവാന്റെ വിഗ്രഹത്തെയോ തൊട്ടിട്ടില്ല എന്നുള്ളത് അങ്ങേക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേണ്ട ശുദ്ധികലശങ്ങൾ നടത്തി അപ്പോൾ തന്നെ പൂജ പുനരാരംഭിച്ചിട്ടുണ്ട്. പിന്നെ അഗ്നിവിളയാട്ടത്തിന്റെ മറ്റ് നാശങ്ങൾ ഇത് കഴുകി നവീകരിക്കാൻ തൃപ്പാപ്പൂർ മൂപ്പായ അവിടുന്നും ചിറവ മൂപ്പായ വലിയ തമ്പുരാനും മനസ്സുവച്ചാലേ സാധ്യമാവുകയുള്ളൂ. നാം മനസ്സുവയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ചെറുവാമൂപ്പമ്മാവനെ ഇക്കാര്യത്തിലേക്ക് വലിച്ചഴക്കണ്ട. ക്ഷേത്ര നവീകരണത്തിന് വേണ്ടിയുള്ള ധനവും സമ്പത്തും ക്ഷേത്രാധീനത്തിൽ തന്നെ ഉണ്ടല്ലോ, ഇല്ലേ കാവൽക്കുറുപ്പേ? വിടകൊണ്ട് രേഖകൾ പറയുന്നത് അതാണ്. പക്ഷേ കാര്യത്തിൽ അങ്ങനെയല്ല തമ്പുരാനെ. ക്ഷേത്ര സമ്പത്ത് ക്ഷേത്രത്തിൽ എത്തുന്നില്ല. പാട്ടക്കാരും കാര്യക്കാരുമായ മാടമ്പിപ്പിള്ളമാരുടെയും പോറ്റിത്തിരുവടികളുടെയും സ്വകാര്യ ശേഖരങ്ങളിൽ തന്നെയാണ് ആ സമ്പത്ത് ഇന്നും. അത് പഴയ കഥ. നമ്മുടെ പൂർവികന്മാർ ഈ തന്നിഷ്ടങ്ങൾക്കെതിരെ പൊരുതിയിരുന്നു. എന്തുകൊണ്ടോ വിജയിക്കാനായില്ല. നാമും അവരുടെ വഴി സ്വീകരിക്കുകയാണ്. പക്ഷെ ഇത് തോൽക്കാനുള്ള നീക്കമല്ല. അടിയനറിയാമേ, തൃപ്പാപ്പൂർ മൂപ്പേറ്റ് അനിഴം തിരുനാൾ ബാലമാർത്താണ്ഡവർമ്മയായി നാം ഈ ദേവാലയത്തിലെ കളങ്കങ്ങൾ കഴുകിക്കളയാൻ തീരുമാനിച്ചിരിക്കുന്നു. ഭഗവാനോട് കൂറുള്ളവർ ഈ ഉദ്യമത്തിൽ നമ്മോടൊപ്പം നിൽക്കണം. തമ്പുരാനെ, അത് ക്ഷിപ്രസാധ്യമായ ഒരു ഉദ്യമമല്ല. എന്തുകൊണ്ട്? എല്ലാവർക്കും ഭഗവാനോട് കൂറുണ്ടാവും. പക്ഷേ ആ ഭക്തിവിശേഷത്തെ കവച്ചു കടക്കുന്ന സ്വാർത്ഥമോഹങ്ങളും ഉണ്ടാവും. അതാണ് വിഷയം. ഭഗവാന്റെ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ നടത്തിക്കൊണ്ടു പോകാനാണ് ഊരായ്മക്കാരും മുതൽപ്പിടിക്കാരും പാട്ടക്കാരും എല്ലാം. അവർക്ക് മുഖ്യം ഭഗവാന്റെ കാര്യമല്ലെങ്കിൽ അവർ നമുക്ക് മുഖ്യരേ അല്ല. അവരുടെ സ്ഥാനം മതിലകത്തിന് പുറത്ത്. അടിയൻ നാം അത് ഉറപ്പിച്ചിട്ട് തന്നെയാണ്. ഈ വേണാടിന്റെ ഐശ്വര്യവും ഭാഗതയും അനന്തശായിയായ ഭഗവാന്റെ കൺമുനയിലാണ്. ആ കൺമുന്നിൽ ആരെയും അഴിഞ്ഞാടാൻ നാം അനുവദിക്കില്ല. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു ശുദ്ധികലശത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. അതറിയിച്ചേക്കൂ അറിയേണ്ട എല്ലാ പ്രമാണിമാരെയും. കൽപ്പന പോലെ. അവിടുത്തെ കൽപ്പന പോലെ. വേണാടിന്റെ നവീകരണം ഇവിടെ ഈ അമ്പലപ്പറമ്പിൽ ആരംഭിക്കും. ശ്രീപത്മനാഭ. തമ്പുരാൻ എന്തും നേരിടാൻ ഒരുങ്ങിയിട്ടാണെന്ന് തോന്നുന്നു. അത് വേണം. നല്ലതാണത്. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഒരു ഉദ്യമം നടത്തിയില്ലെങ്കിൽ നമ്മളൊക്കെ ശ്രീപത്മനാഭന്റെ ക്രോധാഗ്നിയിൽ വെന്തുപോകും. ദേവലോകത്തിലെ ഐശ്വര്യം ഇവിടെ കളിയാടുന്നൊരു ദിവസം വരണം. അത് കണ്ടിട്ട് കണ്ണടയ്ക്കണം ഈ നമ്പിക്ക്. അതിന് മാർത്താണ്ഡവർമ്മ തമ്പുരാൻ വഴി കാണിക്കട്ടെ. പക്ഷേ നമ്പിത്തിരുവടികൾ ഒന്നറിയണം. തമ്പുരാൻ ചെറുപ്പമാണ്, ലോകപരിചയം കുറവാണ്, തന്ത്രങ്ങൾ പരിമിതമാണ്. മറുവശത്ത് തന്ത്രശാലികളുടെ ഒരു നിര തന്നെയുണ്ട്. കൊടുമണും വഞ്ചിമുട്ടവും കരകുളത്ത് പിള്ളയും രാമനാമഠവും അങ്ങനെ രാജസപ്രഭാവന്മാർ അനവധിയാണ്. കാവൽക്കുറുപ്പെന്നോരെ മഹാഭാരതം വായിച്ചിട്ടുള്ള ആളല്ലേ? കേട്ടിട്ടുണ്ടല്ലോ, ദുര്യോധനന്റെ മഹാരഥികൾ നിറഞ്ഞ അക്ഷൗഹിണി പടയെ നിരായുധനായി നിന്നുകൊണ്ട് നിർവീര്യമാക്കിയ ഭഗവാന്റെ പ്രഭാവം. യാദവനായി പിറന്ന ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ ഈ മന്ദിരത്തിൽ കുടികൊള്ളുന്നത്. അവിടത്തെ കൈത്താങ്ങുണ്ടെങ്കിൽ ഒരു തന്ത്രശാലിക്കും നിലനിൽപ്പുണ്ടാവില്ല. ഭഗവാനെ, സംഭാരം കുടിക്കാൻ തിരുമേനി. ആവാം. വാ, കൈവച്ച് കുടിച്ചോളൂ. അങ്ങനെയല്ലടാ, ദാ ഇങ്ങനെ കുടിക്കണം. ദാ ഇങ്ങനെ കുടിച്ചോ.
തിരുമേനിയും കുടിച്ചോളൂ. മതിലകത്തേക്ക് കയറാൻ പറ്റിയില്ല അല്ലേ? ഇല്ല, അകത്ത് തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നു. തൃപ്പാപ്പൂർ മൂപ്പേറ്റ ഇളയ തമ്പുരാനാണ്. അങ്ങ് മധുരയിലൊക്കെ പോയി പഠിച്ചു വന്നിരിക്കുന്നു. തമ്പുരാൻ ഇവിടെ അനന്തപുരി തന്നെയാണോ? വലിയ തമ്പുരാൻ ഇദ്ദേഹത്തെ നെയ്യാറ്റിൻകര രാജകുമാരനായി വാഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഭരണവും കാണും. വലിയ തമ്പുരാന്റെ നേരാനന്തരവൻ ഇത് മാത്രമല്ലേ? അപ്പോൾ തലശ്ശേരി രാജകുമാരനും മാടത്തുംകൂർ തമ്പുരാനുമോ? രണ്ടുപേരും ഒന്നല്ലേ? ആറ്റിങ്ങലെ ഇളയ തമ്പുരാട്ടി അകാലത്തിൽ നാട് നീങ്ങുകയും അക്കയായ ഉമ്മത്തമ്പുരാട്ടിക്ക് വയറ്റിലുണ്ടാകാൻ വൈകുകയും ചെയ്തപ്പോൾ ആദിത്യവർമ്മ തമ്പുരാൻ ദത്തെടുത്തതല്ലേ ഇവരെ രണ്ടുപേരെയും? അപ്പോൾ യഥാർത്ഥ അവകാശി മാർത്താണ്ഡവർമ്മ തമ്പുരാനാണെങ്കിലും അദ്ദേഹം ആയിരിക്കില്ല അടുത്ത രാജാവ്, അല്ലേ? അതെ അതെ, നമ്പൂരിശൻ ശരിയായി തന്നെ ഊഹിച്ചു. ഇതാണ് പറയുന്നത് തലേവര വേണമെന്ന്. കണ്ടില്ലേ മാർത്താണ്ഡവർമ്മ തമ്പുരാന്റെ അവസ്ഥ? അവകാശിയായി ജനിച്ചിട്ടും അവകാശമില്ലാതെ പോകുന്നത്. നമ്പൂരിശൻ പോയട്ടെ, തല പോകുന്ന വർത്താനമാ. അല്ല, എല്ലാവരും പൂച്ചും പൂച്ചും പറയുന്ന വർത്താനം തന്നെയായത്. പക്ഷേ തമ്പുരാൻ അതിന്റെ സങ്കടമോ വിഷമോ ഒന്നും തന്നെ ഇല്ല. അവിടുന്ന് ഭഗവാന്റെ കാര്യം നോക്കി സന്തോഷമായിരിക്കുന്നു. ആ, ഞങ്ങൾ പോട്ടെ. ഭഗവാനെ തൊഴാൻ വന്നു, പറ്റിയില്ല, മടങ്ങുകയാണ്. അല്ല, എവിടുന്നാന്ന് പറഞ്ഞില്ലല്ലോ. എവിടുന്നാ? അപ്പുറത്ത് തൈക്കാട്ട് തന്നെ. ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ വരാറില്ല. ഭഗവാന്റെ സ്വപ്ന ദർശനമുണ്ടായി, അത് പോരാന്ന് തോന്നി. നേരിട്ട് കണ്ടുകളയാന്ന് വിചാരിച്ചു. നന്നായി. ഭഗവാന് മുന്നിൽ കൈയെടുത്താൽ അവിടുന്ന് നമ്മെ കൈവിടില്ല. എന്തായാലും ഇന്നിനി കയറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. തമ്പുരാൻ പോയി കഴിയുമ്പോൾ കിളിക്കിണ്ണത്തിനുള്ള നേരമാവും. ആ നേരത്ത് ആരെയും കടത്തിവിടില്ല. കിളിക്കിണ്ണമോ? അതെന്താണ്? അയ്യോ, അതറിയില്ലേ? ഭഗവാനുള്ള ഉച്ചനിവേദ്യമാണ് കിളിക്കിണ്ണം. ശർക്കര പായസം, ഉപ്പുമാങ്ങ, ചോറ്, കദളിപ്പഴം, ത്രിമധുരം, ഇതൊക്കെയാണ് കിളിക്കിണ്ണത്തില്. അത് ശരി. അപ്പോ ഞങ്ങളിന്ന് പുറത്തു നിന്ന് തൊഴുതിട്ട് പോകേണ്ടി വരും, അല്ലേ? അതെ അതെ. ഭഗവാനെ, വാ മക്കളെ. ആ, സംഭാരം കുടിച്ചോളൂ. അതാണോ അച്ഛ തമ്പുരാൻ? അതേ മോനെ, അത് തന്നെയാ തമ്പുരാൻ. വാ മക്കളെ. തിരുമനസേ, ആ, മാർത്താണ്ഡനോ? അപ്പനെപ്പോ വന്നു? വന്നിട്ടേ ഉള്ളൂ അമ്മാവ. എവിടെ നിന്ന് വരുന്നു? നെയ്യാറ്റിൻകരയിൽ നിന്നോ അനന്തപുരത്ത് നിന്നോ? നെയ്യാറ്റിൻകരയിൽ നിന്ന്. അമ്മാവന് നല്ല ക്ഷീണം കാണുന്നു. മനക്ലേശമുണ്ടോ? മനക്ലേശമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ അപ്പ? ശാന്തി പുലരാതെ അന്ധചിത്രം കളിയാടുന്നൊരു രാജ്യത്തിന്റെ രാജാവിന് മനക്ലേശം ഒഴിഞ്ഞ നേരം ഉണ്ടാകുമോ?
വിജയനഗരം വരെ വിസ്തൃതി നേടിയിരുന്ന വേണാട് ചുരുങ്ങി ചുരുങ്ങി ആലുവാമൊഴി മുതൽ കരമന വരെയായിട്ടൊതുങ്ങി. ഈ ഒരു ചെറിയ പ്രദേശത്ത് പോലും ക്ഷേമൈശ്വര്യങ്ങൾ നിലനിർത്താൻ നമുക്കാവുന്നില്ല. പിന്നെ എങ്ങനെ മനക്ലേശം ഒഴിയും? രാജ്യത്തിന് ഒരു സ്ഥിരം സൈന്യമില്ലാത്തതാണ് ഇവിടുത്തെ അസ്ഥിരതയ്ക്ക് ഒരു പരിധിവരെ കാരണം. അടിയന്തരത്തിൽ ഒത്തുകൂടുന്ന ആൾക്കൂട്ടം പോലെയാണ് ഇവിടുത്തെ സൈന്യം. എന്തെങ്കിലും അത്യാഹിതം വരുമ്പോ അടുത്തുള്ള കളരിയിൽ നിന്നുള്ള ചെറുബാല്യക്കാരെ സംഘടിപ്പിച്ച് ഒരു ഇടക്കാല സേന. അത്യാഹിതം ഒഴിഞ്ഞാൽ സൈന്യം ഒഴിവായി. ഇതവസാനിപ്പിച്ച് ഒരു സ്ഥിരം സൈന്യം സംഘടിപ്പിക്കാൻ അമ്മാവൻ ദളവയ്ക്ക് കൽപ്പന കൊടുക്കണം. അപ്പനത് പറയാം. ഹിന്ദുസ്ഥാനത്തിലെ രാജാക്കന്മാർ ദുഷ്ടന്മാരായത് ഇങ്ങനെയുള്ള സൈനിക സജ്ജീകരണങ്ങളിലൂടെയാണ്. ഒരു സ്ഥിരം സൈന്യം നിലനിർത്താൻ ഭാരിച്ച ധനം വേണം. അത് താങ്ങാൻ ഇന്നീ വേണാടിനാവില്ല കുമാര. നിന്റെ കാലം വരുമ്പോ നീ അതേക്കുറിച്ച് ചിന്തിക്ക്. നമുക്കതിനാവില്ല. മൂന്നാം കൂറുകാരനായ ഈ കുമാരന് ഏത് കാലം? ഇരണിയിൽ വാഴുന്ന തലശ്ശേരി രാമനും മാടത്തൻകൂർ തമ്പുരാനും കഴിഞ്ഞല്ലേ ഉള്ളൂ ഈ മാർത്താണ്ഡവർമ്മയുടെ മൂപ്പ് വാഴ്ച. അതിനുള്ള ആയുസ് എനിക്കുണ്ടാവില്ല മാവ. കാവു തീണ്ടിയാൽ മഴ പെയ്യില്ല. അതുപോലെ തന്നെയാണ് വിശിഷ്ട ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളിലെ ജീർണത. അത് ആ പ്രദേശത്ത് തന്നെ അശാന്തി പരത്തും. ആരാധനാലയങ്ങൾ പവിത്രമായി സൂക്ഷിക്കുക.